ഫസ്റ്റ് മോഡ്യൂളിലെ നെക്സ്റ്റ് ടോപ്പിക്കാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ടെക്നിക്സ്. അതിനകത്ത് വരുന്ന കുറേ മെത്തേഡ്സ് ഉണ്ട്. അതിൽ രണ്ടെണ്ണം ഫസ്റ്റ് ടോപ്പിക്സ് ആണ്, സീസർ സിഫർ ആൻഡ് മോണോ ആൽഫബറ്റിക് സിഫർ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ടെക്നിക്സ് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളുടെ പ്ലെയിൻ ടെക്സ്റ്റിലെ ലെറ്റേഴ്സിനെ നമ്മൾ വേറെ ലെറ്റേഴ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ് അല്ലെങ്കിൽ സിമ്പിൾസ് യൂസ് ചെയ്ത് റീപ്ലേസ് ചെയ്യും. അപ്പോൾ ഒന്നിന് പകരം വേറൊന്ന് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So if the plain text is viewed as a sequence of bits, then the substitution involves replacing plain text bit patterns with ciphertext bit patterns. ബിറ്റ് ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് വേറൊരു ബിറ്റ് വെച്ച് റീപ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ലെറ്റേഴ്സ് ആൽഫബറ്റ്സ് ആണെങ്കിൽ അതിനും കറസ്പോണ്ടിങ് ആയിട്ട് വേറൊരെണ്ണം വെച്ച് അതിനെ റീപ്ലേസ് ചെയ്യുക. അപ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് സീസർ സിഫർ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് ഏർലിയസ്റ്റ് നോൺ ആൻഡ് ദ സിംപ്ലസ്റ്റ് യൂസ് ഓഫ് എ സബ്സ്റ്റിറ്റ്യൂഷൻ സിഫർ. അപ്പോൾ അത് ജൂലിയസ് സീസറിന്റെ പേരിലാണ് അത് അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് തന്നെ സീസർ സിഫർ എന്ന് പറയുന്നത്. സീസർ സിഫർ ഇൻവോൾവ്സ് റീപ്ലേസിംഗ് ഈച്ച് ലെറ്റർ ഓഫ് ദി ആൽഫബറ്റ് വിത്ത് ദ ലെറ്റർ സ്റ്റാൻഡിംഗ് 3 places ഫർദർ ഡൗൺ ദ ആൽഫബറ്റ്. അപ്പോൾ സീസർ സിഫർ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ പ്ലെയിൻ ടെക്സ്റ്റിലെ ഓരോ ലെറ്റേഴ്സിനെയും നമ്മൾ 3 places നെക്സ്റ്റ് ഉള്ള ക്യാരക്ടർ വെച്ച് വേണം റീപ്ലേസ് ചെയ്യും. ഇപ്പോൾ ഇവിടെ നമുക്കൊരു ടേബിൾ താഴെ കാണുന്നുണ്ട്. പ്ലെയിൻ ടെക്സ്റ്റിലെ ABCD എ മുതൽ Z വരെ. ഇനി സിഫർ ടെക്സ്റ്റിലെ ക്യാരക്ടേഴ്സ് കാണുകയാണെങ്കിൽ മനസ്സിലാവും, എ എന്ന് പറഞ്ഞ ലെറ്ററിനെ നമ്മൾ D വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യുക. അതായത് 3 പൊസിഷൻ ഡൗൺ ഇൻ ദ ആൽഫബറ്റ്. എ കഴിഞ്ഞാൽ B വരും, പിന്നെ C വരും, പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് D. അപ്പോൾ അതുകൊണ്ട് 3 പൊസിഷൻസ് ഡൗൺ ഉള്ള ക്യാരക്ടർ ഏതാണോ അതിനെ വെച്ച് റീപ്ലേസ് ചെയ്യുക. ഈ ബിയുടെ കേസിലാണെങ്കിൽ CDE നെക്സ്റ്റ് അഗെയിൻ സെയിം ഗ്രേഡ് ചെയ്യുക, നമ്മൾ 3 പൊസിഷൻസ് ഡൗൺ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എല്ലാ ലെറ്റേഴ്സിനെയും ഫില്ല് ചെയ്യുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡബ്ല്യുവിൻ്റെ കേസിൽ 3 പൊസിഷൻ ഡൗൺ എന്ന് പറയുമ്പം XYZ വെച്ച് തന്നെ റീപ്ലേസ് ചെയ്യും. നെക്സ്റ്റ് ബാക്കിയുള്ള ലാസ്റ്റ് 3 ക്യാരക്ടേഴ്സ് XYZന്റെ കേസിലാണെങ്കിൽ നമ്മൾ വീണ്ടും സർക്കുലർ മാനറിലാണ് ഫില്ല് ചെയ്യേണ്ടത്. അതായത് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് 3 പൊസിഷൻസ് ഡൗൺ എന്ന് പറഞ്ഞാൽ Y വരും, Z വരും. നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാൻഡിഡേറ്റ് നമ്മളുടെ ഫസ്റ്റ് ലെറ്റർ ആയിരിക്കും, അതായത് A ആയിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ A വെച്ച് റീപ്ലേസ് ചെയ്യാൻ. ഈ Yയുടെ കേസിലാണെങ്കിൽ Z വരും, നെക്സ്റ്റ് വരുന്നത് A ആയിരിക്കും, തേർഡ് ക്യാരക്ടർ എന്ന് പറയുമ്പം B. ഇനി ഇസഡിന്റെ കേസിലാണെങ്കിൽ അടുത്തത് വരുന്നത് A ആവണം, നെക്സ്റ്റ് B ആയിരിക്കണം, തേർഡ് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ C. അതുകൊണ്ടാണ് തന്നെ C വെച്ച് റീപ്ലേസ് ചെയ്യാൻ. ഇനി A to Z നമ്മൾ കൺസിഡർ ചെയ്യുന്ന ന്യൂമറിക്കൽ ഈക്വലൻസ് ആണ് അതിന്റെ താഴെ കാണുന്ന ടേബിളിൽ ഫില്ല് ചെയ്തിട്ടുള്ളത്. Aക്ക് 0യും ഇസഡിന് 25. സോ 0 to 25 ആണ് നമ്മൾ 26 ക്യാരക്ടേഴ്സിന് യൂസ് ചെയ്യുന്ന ന്യൂമറിക്കൽ ഈക്വലൻസ്. എക്സാമ്പിൾ ആണ് സീസർ സിഫറിന്റെ. ദിസ് ഇസ് എ പ്ലെയിൻ ടെക്സ്റ്റ്. അതിൽ നിന്ന് കറസ്പോണ്ടിങ് ആയിട്ട് ജനറേറ്റ് ചെയ്ത സിഫർ ടെക്സ്റ്റ് ആണ് ഈ താഴെ കാണുന്നത്. അപ്പോൾ പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മീറ്റ് മീ ആഫ്റ്റർ ദ ടോക്ക പാർട്ടി. അപ്പോൾ ഓരോ ലെറ്റേഴ്സും എടുക്കുക, 3 പൊസിഷൻസ് ഡൗൺ ഇൻ ദ ആൽഫബറ്റുള്ള ക്യാരക്ടർ ഏതാണോ അതിനെ വെച്ച് റീപ്ലേസ് ചെയ്യുക. ഇപ്പോൾ എമ്മിൻ്റെ കേസിലാണെങ്കിൽ NO, തേർഡ് വൺ എന്ന് പറഞ്ഞാൽ P. ഇയുടെ കേസിലാണെങ്കിൽ FGH. 2 Eക്കും അതേ റിപ്ലേസ്മെന്റ് തന്നെയായിരിക്കും വരിക. ഇനി T എന്ന് പറഞ്ഞ ലെറ്ററിൻ്റെ കേസാണെങ്കിൽ UV, തേർഡ് വൺ ഇസ് W. ആ ഒരു ഫോമിൽ ബാക്കി സിഫർ ടെക്സ്റ്റിനെ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഫിൽ ചെയ്യാം. അപ്പോൾ ക്യാരക്ടറിനെയും 3 പൊസിഷൻസ് ഡൗൺ ഇൻ ദ ആൽഫബറ്റിലുള്ള ഏത് ക്യാരക്ടറാണോ അത് വെച്ച് റീപ്ലേസ് ചെയ്യാം. അതിൻ്റെ ഇക്വേഷൻ ഫോമുല റെപ്രസെൻറ്റേഷൻ ആണ് താഴെ കാണുന്നത്. സോ C = E of 3, P. ഇത് C എന്ന് പറഞ്ഞാൽ സിഫർ ടെക്സ്റ്റ് ലെറ്റർ, P എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ടെക്സ്റ്റ് ലെറ്റർ. അപ്പോൾ 3 പൊസിഷൻസ് ഡൗൺ എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ നമ്മൾ 3 കൊടുത്തിട്ടുള്ളത്. E എന്ന് പറഞ്ഞാൽ എൻക്രിപ്ഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിന് എൻക്രിപ്ഷൻ ഓഫ് കീക്ക് പകരമാണ് ഈ 3, P. അപ്പോൾ അവിടെ കമ്പ്യൂട്ടേഷൻ എന്താണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈസ് ഈക്വൽ ടു P+3 mod 26. P+3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം Pയുടെ ഫസ്റ്റ് M എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ പൊസിഷൻ നമ്മളൊക്കെ ഓരോന്നും നമ്മൾ ന്യൂമറിക്കൽ ഈക്വലൻസ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എമ്മിന് കറസ്പോണ്ടിങ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ 12 ആയിരിക്കും വരുന്നത്. സോ 12 + 3 mod 26. സോ 12 + 3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 15 വരും. 15 mod 26 എന്ന് പറഞ്ഞാൽ ഏത് ലെറ്റർ ആണോ അതായിരിക്കും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് റീപ്ലേസ്മെന്റ് കൊടുക്കേണ്ടത്. 15 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ P ആണ് ലെറ്റർ വരെ. അതുകൊണ്ട് എമ്മിനെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ P വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. ഈ ഇക്വേഷൻ തന്നെ ജനറലൈസ് ചെയ്യാനുള്ള റെപ്രസെൻറ്റേഷൻ ആണ് താഴെ കാണുന്നത്. അപ്പോൾ ഈ ഷിഫ്റ്റിംഗ് ഇവിടെ നമ്മൾ 3 ആയിരുന്നു കൺസിഡർ ചെയ്യുന്നത്. സോ ജനറൽ സീസർ അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എനി വാല്യൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ K ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഷിഫ്റ്റിംഗ് ക്യാൻ ബി എനി വാല്യൂ. സോ C = EF K, P. അപ്പോൾ ഈ ഇക്വേഷനിൽ P+3 എന്നുള്ളത് P+K mod 26 ആയിട്ട് മാറും. ഇനി Kയുടെ വാല്യൂ 1 to 25 വരെ റേഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് mod 26 നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ കാര്യം നമുക്കറിയാം. നമ്മുടെ ആൽഫബറ്റ് എന്ന് പറഞ്ഞാൽ A to Z ആയ 26 ക്യാരക്ടേഴ്സിൻ്റെ ആൽഫബറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് എഴുതിയിട്ടുള്ളത് ഡീക്രിപ്ഷൻ്റെ ഇക്വേഷൻ.
ഡീക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്ലെയിൻ ടെക്സ്റ്റ് റിക്കവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ പി ഈക്വൽ ടു ഡി എന്ന് പറഞ്ഞാൽ ഡീക്രിപ്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഉപയോഗിച്ച അതേ കെ തന്നെയാണ് ഈ കെയുടെയും വാല്യൂ. ദെൻ ലാസ്റ്റ് ഇസ് സിഫർ ടെക്സ്റ്റ്. ഇപ്പോൾ സിഫർ ടെക്സ്റ്റ് എടുത്തു, ഈ കെ ഉപയോഗിച്ച് ഡീക്രിപ്റ്റ് ചെയ്യാം. അപ്പോൾ എൻക്രിപ്ഷൻ്റെ കേസിൽ നമ്മൾ പി പ്ലസ് കെ ആണ് ചെയ്തതെങ്കിൽ ഡീക്രിപ്ഷൻ്റെ കേസിൽ നമ്മൾ മൈനസ് ചെയ്യുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സി മൈനസ് കെ മോഡ് 26. അപ്പോൾ ഇത് ഡീക്രിപ്ഷൻ്റെ ജനറൽ ഇക്വേഷൻ, ഇത് എൻക്രിപ്ഷൻ്റെ ജനറൽ ഇക്വേഷൻ. ഇനി നമ്മളൊരു സിസ്റ്റത്തിൽ എൻക്രിപ്ഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള അപ്രോച്ച് ഈ സീസർ സിഫർ ആണ് എന്നറിയാമെന്നുണ്ടെങ്കിൽ നമുക്കതിൽ ബ്രൂട്ട് ഫോഴ്സ് ചെയ്യാൻ വേണ്ടി വളരെ എളുപ്പമായിരിക്കും. എന്ന് വെച്ചാൽ സീസർ സിഫർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ വരാൻ പറ്റുന്ന ഓപ്ഷൻസ് വളരെ കുറവാണ്. അപ്പോൾ 25 പോസിബിൾ കീസ് ട്രൈ ചെയ്ത് നോക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ട്രയൽ ആൻഡ് എറർ വഴി വരാൻ പറ്റുന്ന ഓരോ കേസ് നമ്മളെടുത്ത് ട്രൈ ചെയ്ത് നോക്കുകയാണ് ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ 25 കീസ് മാത്രമേ നമുക്ക് ട്രൈ ചെയ്യേണ്ടുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ബ്രൂട്ട് ഫോഴ്സ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ സിറ്റുവേഷൻ ആണ് ഈ കാണിച്ചേക്കുന്നത്. ഇപ്പോൾ കീ 1 മുതൽ 25 വരെ ഓരോ കീയും കൊടുത്ത് ഡീക്രിപ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഇവിടെ ഇപ്പം എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇതായിരുന്നു നമ്മളുടെ കറസ്പോണ്ടിങ് സിഫർ ടെക്സ്റ്റ്. നമ്മൾ നേരത്തെ ജനറേറ്റ് ചെയ്ത ഈ ഒരു സിഫർ ടെക്സ്റ്റ് ആണ് എഴുതിയിരിക്കുന്നത്. PHSWPH ആ കറസ്പോണ്ടിങ് സിഫർ ടെക്സ്റ്റ് ആണ് ഈ ഫസ്റ്റ് കാണുന്നത്. അപ്പോൾ കീ 1 ഉപയോഗിച്ച് ഡീക്രിപ്റ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി. കീ 2 ഉപയോഗിച്ച് ഡീക്രിപ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി കീ 3 ഉപയോഗിച്ച് ഡീക്രിപ്റ്റ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? മീറ്റ് മീ ആഫ്റ്റർ ദ ടോഗ പാർട്ട് കിട്ടി. എന്ന് പറഞ്ഞാൽ ബ്രൂട്ട് ഫോഴ്സിൽ നമുക്ക് 3 അറ്റംപ്റ്റ്സ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളുടെ ഒറിജിനൽ ടെക്സ്റ്റ് അല്ലെങ്കിൽ പ്ലെയിൻ ടെക്സ്റ്റ് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റി. അപ്പോൾ അതുകൊണ്ട് സീസർ സിഫറിൽ ബ്രൂട്ട് ഫോഴ്സ് വളരെ എളുപ്പം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിൻ ഡ്രോബാക്ക്. ഇനി നമുക്ക് ഈ ബ്രൂട്ട് ഫോഴ്സ് ഇതിൽ ചെയ്യാൻ പറ്റാനുള്ള മെയിൻ ആയിട്ടുള്ള 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നെക്സ്റ്റ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തേക്കുന്നത്. എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ അൽഗോരിതംസ് ആർ നോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ എന്താണ് എൻക്രിപ്ഷൻ സൈഡിൽ ചെയ്യുക, ഡീക്രിപ്ഷൻ സൈഡിൽ എന്താണ് ചെയ്യാന്നുള്ളത്. അപ്പോൾ സീസർ സിഫർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 3 പൊസിഷൻ ഡൗൺ എടുത്ത് നമ്മൾ റീപ്ലേസ് ചെയ്താണ് എൻക്രിപ്ഷൻ ചെയ്യുക. ഡീക്രിപ്ഷൻ ആണെങ്കിൽ നേരെ തിരിച്ചും ചെയ്യും എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ആ ഫാക്റ്റുകൾ അറിയാൻ അല്ല അൽഗോരിതത്തിന്റെ എൻക്രിപ്ഷൻ ഡീക്രിപ്ഷന്റെ പ്രോസസ്സ് നമുക്ക് നോൺ ആണെന്നുള്ളതാണ് അതിന്റെ ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ്. ദെൻ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ദർ ആർ ഓൺലി 25 കീസ് ടു ട്രൈ. നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 25 കീസ് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒരെണ്ണം കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഡിക്രിപ്റ്റ് ചെയ്ത് ഒറിജിനൽ പ്ലെയിൻ ടെക്സ്റ്റ് റിക്കവർ ചെയ്ത് കിട്ടും. ആൻഡ് ദ തേർഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ദ ലാംഗ്വേജ് ഓഫ് ദ പ്ലെയിൻ ടെക്സ്റ്റ് ഈസ് നോൺ ആൻഡ് ഈസിലി റെക്കഗ്നൈസബിൾ. അപ്പോൾ പല സിറ്റുവേഷനിൽ നമുക്ക് ഈ അൽഗോരിതംസ് എന്തായാലും നോൺ ആയിരിക്കും. ഇനി നമുക്ക് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കീസിന്റെ കൗണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ കീയുടെ എണ്ണം നമുക്ക് 25 ഓപ്ഷൻസ് ഉള്ളത് 25 കീസ് നമുക്ക് ട്രൈ ചെയ്യാനുള്ളൂ. അപ്പോൾ കീയുടെ കൗണ്ട് കൂടുതലാകുകയാണെങ്കിൽ ഈ ബ്രൂട്ട് ഫോഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇമ്പാക്ടിക്കൽ ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ കീ സ്പേസ് വലുതാണെങ്കിൽ ഒരുപാട് സെർച്ചുകൾ കഴിഞ്ഞാലും നമുക്ക് സൊല്യൂഷൻ കിട്ടണമെന്നില്ല. നമ്മൾ തേർഡ് പറഞ്ഞ പ്രോപ്പർട്ടി നമ്മളെ പ്ലെയിൻ ടെക്സ്റ്റിന്റെ ലാംഗ്വേജ്. ഇപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ആണെങ്കിൽ നമുക്ക് അതിന്റെ സിഫർ ടെക്സ്റ്റ് ചിലപ്പോൾ അതുപോലെ തന്നെ റീഡബിൾ റെക്കഗ്നൈസബിൾ ഫോമിലാവാം. ഇനി നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റിന്റെ ലാംഗ്വേജ് അൺനോൺ ആണെങ്കിൽ പ്ലെയിൻ ടെക്സ്റ്റ് ഔട്ട്പുട്ട് നമുക്ക് റീഡബിൾ ആയിട്ടുള്ള റെക്കഗ്നൈസബിൾ ആയിട്ടുള്ള ഫോമിലാവണം എന്നില്ല. ഇനി അത് മാത്രമല്ല ഇൻപുട്ട് നമ്മൾ കംപ്രസ് ചെയ്യുകയോ വേറെ ഏതെങ്കിലും രീതിയിൽ മോഡിഫൈ ചെയ്തിട്ടാണ് പ്രോസസ്സ് ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്ന് റെക്കഗ്നീഷൻ വളരെ വീണ്ടും ഡിഫിക്കൽട്ട് ആവും. അപ്പോൾ ഇത്രയാണ് സീസർ സിഫറിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ അതിന്റെ പ്രോസസ്സ് എന്താണ്, അതിന്റെ ഇക്വേഷൻ എന്താണ്, എൻക്രിപ്ഷൻ്റെ ഡീക്രിപ്ഷൻ്റെ ഇക്വേഷൻസ് റിപ്രസെന്റ് ചെയ്യുക, അഡ്വാൻറ്റേജ് പറയുക, ക്രിപ്റ്റനാലിസിസ് ഇതിൽ ഉണ്ടാവാനുള്ള പോസിബിലിറ്റീസ് അല്ല അതിനുള്ള കോസസ് എന്തൊക്കെയാണെന്നുള്ളത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് അവസാനിപ്പിക്കാം. നെക്സ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ സിഫർ എന്ന് പറയുന്നതാണ് മോണോ ആൽഫബറ്റിക് സിഫർ. അപ്പോൾ മോണോ ആൽഫബറ്റിക് സിഫർ പറയുന്നതിന് മുമ്പ് അതിന്റെ ബേസിസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റാണ് പെർമ്യൂട്ടേഷൻ. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ടോ ആ എലമെന്റ്സിന്റെ ഏതെല്ലാം രീതിയിലുള്ള അറേഞ്ച്മെന്റ്സ് അല്ലെങ്കിൽ ഓർഡേർഡ് സീക്വൻസ് ഓഫ് ഓൾ ദി എലമെന്റ്സ് ഓഫ് എസ്. അപ്പോൾ ഓരോ പ്രാവശ്യം സെറ്റിലെ എലമെന്റ്സ് ഒരെണ്ണം ഒരു ടൈമേ വരാൻ പാടുള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഇഫ് എസ് ഈക്വൽ ടു ABC 3 എലമെന്റ്സ് ഉള്ള ഒരു സെറ്റ്, ഇതിന്റെ എല്ലാ പെർമ്യൂട്ടേഷൻസിനാണ് ലിസ്റ്റ് ഔട്ട് ചെയ്തേക്കുന്നത്. there are 6 permutations of S. ABC ഫോമിൽ ഓർഡറിൽ വരാം, ACB വരാം, BAC, BCA, CAB, CBA. ഈ ഓപ്ഷൻസ് എല്ലാം പോസിബിൾ ആണ്. അപ്പോൾ ജനറലി നമ്മൾ നോക്കുകയാണെങ്കിൽ n എലമെന്റ്സ് ഉള്ള ഒരു സെറ്റ് ആണെങ്കിൽ n ഫാക്ടോറിയൽ പെർമ്യൂട്ടേഷൻസ് നമുക്ക് പോസിബിൾ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് എലമെന്റ് നമുക്ക് n വേസിൽ ചൂസ് ചെയ്യാം, സെക്കൻഡ് എലമെന്റ് n-1 വേസിൽ ചൂസ് ചെയ്യാം, തേർഡിന് n-2 വേസിൽ ചൂസ് ചെയ്യാം, അങ്ങനെ. അപ്പോൾ ഈ കേസിൽ നമുക്കിപ്പോൾ ഈ കേസിൽ നമ്മളുടെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ A ആവാം, B ആവാം, C ആവാം. അപ്പോൾ 3 രീതിയിൽ നമുക്ക് ചൂസ് ചെയ്യാം. രണ്ടാമത്തെ എലമെന്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഒരെണ്ണം എടുത്തു, പിന്നെ ബാക്കി 2 ഓപ്ഷൻസേ ഉള്ളൂ. അപ്പോൾ സെക്കൻഡ് എലമെന്റിന് 2 രീതിയിലേ ചൂസ് ചെയ്യാൻ പറ്റൂ. ലാസ്റ്റ് കേസിലാണെങ്കിൽ തേർഡ് എലമെന്റിന്റെ കേസിലാണെങ്കിൽ ഒറ്റ ഓപ്ഷനേ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഈ n ഫാക്ടോറിയൽ വേസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ നമ്മൾ സീസർ സിഫർ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് 25 പോസിബിൾ കീസേ ഉള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് ബ്രൂട്ട് ഫോഴ്സ് വളരെ എളുപ്പമായിരിക്കും, കീ സ്പേസ് വളരെ ചെറുതായതുകൊണ്ട് തന്നെ. അപ്പോൾ ഇവിടെ നമുക്ക് ബ്രൂട്ട് ഫോഴ്സ് കുറച്ചും കൂടി ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കീ സ്പേസ് വലുതാക്കാം. അപ്പോൾ അതാണ് നമ്മൾ ശരിക്കും മോണോ ആൽഫബറ്റിക് സിഫറിൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു എലമെന്റിന് പകരം കൃത്യമായിട്ട് നെക്സ്റ്റ് ഏത് എലമെന്റ് ആണ് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടതെന്നുള്ള സീസർ സിഫറിൽ കറക്റ്റായിട്ട് ഡിഫൈൻഡ് ആണ്. എന്നുവെച്ചാൽ എക്ക് പകരം ഡി, അതുപോലെ 3 പൊസിഷൻ ഡൗൺ ഉള്ള ആൽഫബറ്റ് വെച്ച് തന്നെ നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്യണം. ഇനി മോണോ ആൽഫബറ്റിക് സിഫറിന്റെ കേസിലാണെങ്കിൽ ഒന്നിന്റെ പകരം വേറെ ഏത് വേണമെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ ഏത് ആർബിട്രറി സബ്സ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ നമുക്ക് അലോ ചെയ്യാം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഡിഫറൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ ചെയ്യുന്നുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കീ സ്പേസ് വളരെ കൂട്ടാൻ പറ്റും, അല്ലെങ്കിൽ വലുതാക്കാൻ പറ്റും. എന്നുവെച്ചാൽ ഒരു ലെറ്ററിന് പകരം സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് വേറെ ഏത് ലെറ്റർ വേണമെങ്കിലും കൊടുക്കാം. സോ ദ സിഫർ ലൈൻ can be any permutation of the 26 alphabetic characters. അപ്പോൾ എക്ക് പകരം 26 ആൽഫബറ്റ്സിൽ ഏത് വേണമെങ്കിലും റീപ്ലേസ്മെന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് 26 ഫാക്ടോറിയൽ പോസിബിൾ കീസ് ഉണ്ടായിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ നമ്മൾ സീസർ സിഫറിന്റെ കേസിൽ തന്നെ നമുക്ക് 25 പോസിബിൾ കീസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അന്ന് ഒരു ലെറ്ററിന്റെ പകരം വേറെ ഏത് ലെറ്റർ വേണമെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത്രയും 26 ഫാക്ടോറിയൽ കീസ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ കീ സ്പേസ് വളരെ വലുതായി. അപ്പോൾ അതിന്റെ റിസൾട്ടായിട്ട് നമുക്ക് എന്തായിരിക്കും, നമ്മുടെ ബ്രൂട്ട് ഫോഴ്സ് കുറേയൊക്കെ നമുക്ക് പ്രതിരോധിക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു അപ്രോച്ചിനെയാണ് നമ്മൾ മോണോ ആൽഫബറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ സിഫർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മോണോ എന്ന് പറയാനുള്ള കാരണം നമ്മളൊരു സിംഗിൾ സിഫർ ആൽഫബറ്റ് ആണ് ഈ മാപ്പിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് എ സിംഗിൾ സിഫർ ആൽഫബറ്റ് ഈസ് യൂസ്ഡ് പെർ മെസ്സേജ്. ഇനിയിപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രിപ്റ്റനാലിസിന്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്ലെയിൻ ടെക്സ്റ്റിന്റെ ലാംഗ്വേജ്, ആ ലാംഗ്വേജിന്റെ നേച്ചർ ക്രിപ്റ്റനലിസ്റ്റിന് അറിയാമെന്നുണ്ടെങ്കിൽ ആ ലാംഗ്വേജിന്റെ പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ അതിൽ എങ്ങനെയൊക്കെയാണ് ലെറ്റേഴ്സ്, അല്ലെങ്കിൽ ലെറ്റേഴ്സ് എങ്ങനെ കമ്പൈൻ ചെയ്യുക, ഏതെല്ലാം ലെറ്റേഴ്സ് ആണ് ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുക, അങ്ങനെയുള്ള ലാംഗ്വേജിന്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് ആൾക്ക് വേണമെങ്കിൽ ആ സിഫർ ടെക്സ്റ്റിനെ ബ്രേക്ക് ചെയ്ത് അതിൽ നിന്ന് പ്ലെയിൻ ടെക്സ്റ്റ് റിക്കവർ ചെയ്തെടുക്കാനുള്ള അപ്രോച്ച് നടത്താം. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിഫർ ടെക്സ്റ്റ്. അപ്പോൾ ഈ സിഫർ ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് ഈ ലാംഗ്വേജ് റെഗുലാരിറ്റീസ്, അല്ലെങ്കിൽ ലാംഗ്വേജിന്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ക്രിപ്റ്റ് അനാലിസിസ് നടത്തി പ്ലെയിൻ ടെക്സ്റ്റ് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ചെയ്യുന്ന കാര്യം ഈ സിഫർ ടെക്സ്റ്റിലുള്ള ലെറ്റേഴ്സിന്റെ ഫ്രീക്വൻസീസ് ഐഡന്റിഫൈ ചെയ്യുക. അപ്പോൾ നമ്മളുടെ സിഫർ ടെക്സ്റ്റിലുള്ള ലെറ്റേഴ്സിന്റെ റിലേറ്റീവ് ഫ്രീക്വൻസി ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് ഈ ഫ്രീക്വൻസി നമ്മളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള ലെറ്റേഴ്സിന്റെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനായിട്ട് കമ്പയർ ചെയ്യാം. നമുക്കറിയാം ഇംഗ്ലീഷ് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട്, ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊക്കെ ലെറ്റേഴ്സ് ആണെന്നുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഏത് ലെറ്ററാണ്, നെക്സ്റ്റ് അതിലും താഴെ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ലെറ്ററാണ്, ആ ഒരു രീതിയിൽ നമ്മൾ ഫ്രീക്വൻസീസ് നമുക്ക് അത് സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് തന്നിട്ടുള്ള സിഫർ ടെക്സ്റ്റിലെ ഏതെല്ലാം ലെറ്റേഴ്സാണ് ഏറ്റവും കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് വരുന്നത്, ഏതാണ് ഫ്രീക്വൻസി കുറവുള്ളത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. എന്നിട്ട് ഇത് ഉപയോഗിച്ച് കമ്പാരിസൺ വഴി ഒരു സിഫർ ടെക്സ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് പ്ലെയിൻ ടെക്സ്റ്റ് ആയിരിക്കാം എന്നുള്ളത് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇവിടെ ഈ താഴെ കാണുന്ന ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ലെറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് ടെക്സ്റ്റ്. അപ്പോൾ ഈ ഗ്രാഫിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എ മുതൽ ഇസഡ് വരെയുള്ള ആൽഫബറ്റ്സ് എല്ലാം നമുക്ക് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇനി റൈറ്റ് ഹാൻഡ് വൈ ആക്സിസിൽ കാണുന്നത് നമ്മുടെ റിലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദീസ് പെർട്ടിക്കുലർ ലെറ്റേഴ്സ്. നമ്മൾ ഏറ്റവും ഫ്രീക്വൻസി നോക്കുകയാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 12.7 ഫ്രീക്വൻസി കാണുന്നത് ഇ എന്ന് പറയുന്ന ലെറ്ററിലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക ഇ ആയിരിക്കും. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ടി ആണ്. സോ ടിയുടെ ഫ്രീക്വൻസി 9.05. അത് കഴിഞ്ഞാൽ പിന്നെ താഴേക്ക് നോക്കിയാൽ ഇവിടെ നമുക്ക് 8.167 ഉണ്ട് എ എന്ന് പറയുന്ന ലെറ്റർ. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഫ്രീക്വൻസി അനാലിസിസ് നടത്തുകയാണെങ്കിൽ ഇപ്പോൾ ഇ, ടി, എ ഇങ്ങനെ 3 ലെറ്റേഴ്സ് നമുക്ക് കിട്ടി. അപ്പോൾ ഇതുപോലെ താഴേക്ക് ഫ്രീക്വൻസി നമുക്ക് കംപ്ലീറ്റ്ലി ഓർഡർ ചെയ്ത് ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഏതൊക്കെയാണെന്നുള്ളത് ഒരു ഓർഡർ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും തീരെ ഉപയോഗിക്കാത്ത ലെറ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ മുകളിൽ കാണുന്ന ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിഫർ ടെക്സ്റ്റിലുള്ള ലെറ്റേഴ്സിന്റെ ഫ്രീക്വൻസി, റിലേറ്റീവ് ഫ്രീക്വൻസീസ് ആണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കാണുന്ന ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി പിക്കാണ്. പിയുടെ ഫ്രീക്വൻസി 13.33 ആണ്. നമ്മളുടെ ഈ കാണുന്ന സിഫർ ടെക്സ്റ്റിൽ ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി, റിലേറ്റീവ് ഫ്രീക്വൻസി ഉള്ള ലെറ്റർ ആണ് പി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പിയുടെ ഫ്രീക്വൻസി 13.33. അതിന് താഴെ യൂസ് ചെയ്തേക്കുന്നത് ഇസഡ്, പിന്നെ എസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ
സ്റ്റാൻഡേർഡ് ഫ്രീക്വൻസി ചാർട്ടുമായിട്ട് മാപ്പ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കമ്പാരിസൺ നടത്തി നോക്കുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും ഫ്രീക്വൻസി നമ്മൾ നോർമലി ഇംഗ്ലീഷ് ലെറ്റർ ഇക്കാണ് നമ്മൾ യൂസ് ചെയ്യാറ് നമ്മൾ ലെറ്റേഴ്സ് സെനൻസുകൾ വരുമ്പോൾ. അപ്പോൾ ഇവിടെ ഈ എന്ന് പറയുന്നത് നമ്മളെ സിഫർടെക്സിൽ പി ആയിരിക്കാം എന്നൊരു മാപ്പിംഗ് നമുക്ക് അവിടെ നടത്താം. അതുപോലെ തന്നെ സെക്കൻഡ് ഹയസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇസഡ് ആണ്, ഇവിടെ നമുക്കത് ടി ആണ്. അപ്പൊ ഈ ഇസഡ് എന്ന് പറഞ്ഞ സിഫർടെക്സ് ക്യാരക്ടർ പ്ലെയിൻ ടെക്സ്റ്റിൽ ടി ആയിരിക്കാം എന്ന് നമുക്ക് മാപ്പിംഗ് നടത്താം. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഈ ബ്രേക്ക് ഡൗണും നമ്മളുടെ സിഫർടെക്സിലെ ലെറ്റേഴ്സിന്റെ ഫ്രീക്വൻസിയും തമ്മിലുള്ള കമ്പാരിസൺ ആണ് നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്ഷൻ. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി? പി ആൻഡ് ഇസഡ് ആർ ദി ഈക്വലൻസ് ഓഫ് ദ പ്ലെയിൻ ടെക്സ്റ്റ് ലെറ്റേഴ്സ് ഇ ആൻഡ് ടി. അപ്പോൾ ഈ പി എന്ന് പറഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് പ്ലെയിൻ ടെക്സ്റ്റിൽ ഇ ആയിരിക്കാം എന്ന് നമ്മൾ കരുതുന്നു. അതുപോലെ തന്നെ ഇസഡ് എന്ന് പറഞ്ഞാൽ സിഫർടെക്സ് ക്യാരക്ടർ പ്ലെയിൻ ടെക്സ്റ്റിൽ ടി ആയിരിക്കാം എന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലെറ്റേഴ്സ് എസ് യു ഒ എം എച്ച് ആർ ഓൾ ഓഫ് റിലേറ്റീവ് ഹൈ ഫ്രീക്വൻസി ആൻഡ് പ്രോബബ്ലി കറസ്പോണ്ട് ടു പ്ലെയിൻ ടെക്സ്റ്റ് ലെറ്റേഴ്സ് ഫ്രം ദ സെറ്റ് എ എച്ച് ഐ എൻ ഒ ആർ എസ്. നമുക്ക് ഈ ഒരു രണ്ട് ടേബിൾസിന്റെ കമ്പാരിസൺ തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് എസ് യു ഒ എം എച്ച് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് 5 ക്യാരക്ടേഴ്സ് ആണ് ഇൻ ദ സിഫർടെക്സ്റ്റ്. അപ്പൊ സിഫർടെക്സ്റ്റിൽ നെക്സ്റ്റ് ഫ്രീക്വൻസി കൂടുതലുള്ള 5 ക്യാരക്ടേഴ്സ് ആണ് എസ് യു ഒ എം എച്ച് എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ഈ 5 ലെറ്റേഴ്സിനെ നമ്മളുടെ പ്ലെയിൻ ടെക്സ്റ്റിൽ ഏത് ലെറ്റേഴ്സുമായിട്ട് മാപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കുക. അപ്പൊ ഫസ്റ്റ് 2 ഫ്രീക്വൻസി ഉള്ളത് ഒന്ന് ഇയും ഒന്ന് ടിയും ആയിരുന്നു. നെക്സ്റ്റ് അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ വരുന്നത് എ ഉണ്ട്. അതാണ് എ ഇവിടെ ലിസ്റ്റ് ചെയ്തേക്കുന്നത്. ഇനി എ കഴിഞ്ഞ് എക്ക് 8.167 ആണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 7.5 വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ 6.7 ഉണ്ട്, 6.9 ഉണ്ട്. അപ്പോൾ ഇത് ഒ ആണ്, ഇത് എൻ ആണ്, ഇത് ഐ ആണ്, ഇത് എച്ച് ആണ്. അതാണ് ഈ ലിസ്റ്റിൽ ഈ ലെറ്റേഴ്സ് എല്ലാം വന്നിട്ടുള്ളത്. നെക്സ്റ്റ് അതിലും താഴേക്ക് വരുന്നതാണ് ആറ്, എസ് എന്ന് പറഞ്ഞാൽ 6.32 വരും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ലിസ്റ്റ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹയസ്റ്റ് ആയിട്ടുള്ള 2 മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള നെക്സ്റ്റ് 5 ഈ എസ് മുതൽ എച്ച് വരെ ഉള്ളത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്ലെയിൻ ടെക്സ്റ്റിൽ ഈ ലെറ്റേഴ്സ് ആയിരിക്കാം എന്ന് നമുക്ക് ഈ ടേബിളിൽ നിന്ന് ഒരു ഓപ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റുകയാണ്. നെക്സ്റ്റ് ഈസ് ദ ലെറ്റേഴ്സ് വിത്ത് ദ ലോവസ്റ്റ് ഫ്രീക്വൻസീസ്. അപ്പോൾ ലോവസ്റ്റ് ഫ്രീക്വൻസി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എ, ബി, ജി, വൈ, ഐ, ജെ ഈ പറഞ്ഞ ലെറ്റേഴ്സിനൊക്കെയാണ് നമ്മൾ സിഫർടെക്സ്റ്റിൽ ഏറ്റവും ഫ്രീക്വൻസി കുറവുള്ളത്. അപ്പോൾ അവരെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റിൽ നമ്മൾ ഏറ്റവും കുറവ് ഉപയോഗിക്കുന്ന ലെറ്റേഴ്സുമായിട്ട് നമുക്ക് അതിനെ മാപ്പ് ചെയ്യാം. എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ നമ്മൾ ഏറ്റവും കുറവ് യൂസ് ചെയ്യുന്ന ലെറ്റേഴ്സ് ഏതൊക്കെയാണ് അതാണ് ഈ ലിസ്റ്റിൽ കാണിച്ചിട്ടുള്ളത്. ബി, ജെ, കെ, ക്യു, വി, ഇസഡ്, എക്സ് ഈ പറഞ്ഞ ലെറ്റേഴ്സിൽ ഏതെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കാം ഈ 6 ലെറ്റേഴ്സിന് നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഏതെങ്കിലും സിഫർടെക്സ്റ്റ് ക്യാരക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ക്യാരക്ടർ അസൈൻ ചെയ്ത് നോക്കുക. എന്നിട്ട് ആ പ്ലെയിൻ ടെക്സ്റ്റിലെ സിഫർടെക്സ്റ്റിലെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ സിഫർടെക്സ്റ്റിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ഈ പിക്ക് പകരമായിട്ട് ഇ ആണ്, ഇസഡിന് പകരം ടി. അപ്പോൾ പി എവിടെയെല്ലാം വരുന്നോ അവിടെയെല്ലാം ഇ കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതുപോലെ ഇസഡ് എവിടെയെല്ലാം വരുന്നോ അവിടെയെല്ലാം ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റിലെ കുറേ ഭാഗങ്ങൾ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ ആ ഒരു രീതിയിൽ അസൈൻമെന്റ്സ് കൊടുത്ത് മുമ്പോട്ടേക്ക് പോകുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ. So we could make some tentative assignments and start to fill in the plain text to see if it looks like a reasonable skeleton of a message. പിന്നെ വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് നോക്കാൻ വരുന്നത് ആദ്യം നമ്മളിപ്പോൾ സിംഗിൾ ലെറ്റർ ഫ്രീക്വൻസി ആണ് ഇവിടെ നമ്മൾ നോക്കിയത്. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡയഗ്രാംസിന്റെ ഫ്രീക്വൻസി നോക്കാം. എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് 2 ലെറ്റർ കോമ്പിനേഷൻ. അപ്പൊ 2 ലെറ്റേഴ്സിന്റെ കോമ്പിനേഷൻ നമ്മൾ ഇംഗ്ലീഷിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഏതാണ്, നമ്മളെ സിഫർടെക്സ്റ്റിൽ ഏറ്റവും കോമൺ ആയിട്ട് വന്നിട്ടുള്ള 2 ലെറ്റർ കോമ്പിനേഷൻ ഏതാണ്. അപ്പോൾ ഇവർ തമ്മിൽ ഇതുപോലെ തന്നെ കമ്പാരിസൺ വേണ്ടി ഒരു ടേബിൾ ഫോം ചെയ്യുക, എന്നിട്ട് ഫ്രീക്വൻസീസ് കമ്പാരിസൺ നടത്തി നോക്കുക. അപ്പോൾ ഡയഗ്രാംസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലിൽ നമുക്ക് ട്രൈഗ്രാംസ് നോക്കാം. പിന്നെ അത് കഴിഞ്ഞ് 4 ലെറ്റേഴ്സിന് കോമ്പിനേഷൻ വേണമെങ്കിൽ നോക്കാം. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡയഗ്രാം എന്ന് പറഞ്ഞാൽ TH ആണ്. TH അല്ലെങ്കിൽ THAT അല്ലെങ്കിൽ പല വാക്കുകളിലും ഈ TH എന്ന് പറഞ്ഞ കോമ്പിനേഷൻ വരും. ഇനി നമ്മളുടെ ഈ സിഫർടെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ZW ആണ്. നമ്മൾ ഫസ്റ്റ് ലൈനിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ZW കിട്ടും, സെക്കൻഡ് ലൈനിൽ ഇവിടെ ഒരു ZW ഉണ്ട്, തേർഡിൽ നമുക്ക് ഇവിടെ ഒരു ZW ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് ഈ സിഫർടെക്സ്റ്റിൽ വന്നിട്ടുള്ള ഒരു ഡയഗ്രാം എന്ന് പറയുന്നത് ZW ആണ്. അപ്പോൾ വിച്ച് അപ്പിയേഴ്സ് 3 ടൈംസ്. അപ്പോൾ കറക്റ്റ്ലി 3 ടൈംസ് തന്നെയുള്ള 3 ലൈനിൽ ഓരോ പ്രാവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഈ ZW നമുക്ക് എന്തുമായിട്ട് മാപ്പ് ചെയ്യാം, TH ആയിട്ട് മാപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു Z എന്ന് പറഞ്ഞാൽ T ആയിരിക്കാം. ഇപ്പം W ഇപ്പം H ആണെന്നൊരു മാപ്പിംഗ് കൂടി നമുക്ക് കിട്ടി. അപ്പോൾ ഡയഗ്രാംസിന്റെ ഫ്രീക്വൻസി കമ്പാരിസണിലേക്ക് പോയപ്പോഴാണ് നമുക്ക് ആ ഒരു ഓപ്ഷൻ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റിയത്. ഈ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ
ട്രൈഗ്രാംസ് ട്രൈ ചെയ്യാം. എന്ന് വെച്ചാൽ 3 ലെറ്റേഴ്സിന്റെ കോമ്പിനേഷൻ. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് THE. അപ്പോൾ ഇപ്പൊ ഫസ്റ്റ് ഇതുവരെ നമ്മൾ മാപ്പ് ചെയ്ത് വെച്ച് ഇസഡ് TU ആയിട്ട് മാപ്പ് ചെയ്തു, WHU ആയിട്ട് മാപ്പ് ചെയ്തു. അപ്പോൾ TH എന്ന് പറഞ്ഞാൽ ZW ആണ്, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി THE എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? അപ്പോൾ ZW കഴിഞ്ഞ് നെക്സ്റ്റ് ഏതെങ്കിലും ഒരു ക്യാരക്ടർ ആയിരിക്കാം ശരിക്കും വിക്ക് വേണ്ടി വരണ്ടേ. നമ്മളുടെ ഫസ്റ്റ് അസംഷൻ നമ്മൾ പറഞ്ഞായിരുന്നു. ആദ്യം നമ്മൾ ചെയ്തത് എന്തായിരുന്നു? ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ള ആൾ ഇവിടെ PA, നമ്മൾ ഈ ലെറ്റർ ഇംഗ്ലീഷിൽ ഫ്രീക്വൻസി ഹയസ്റ്റ് ഉള്ളത് EU ആയിട്ടാണ് നമ്മൾ മാപ്പ് ചെയ്തത്. സോ PA നമുക്ക് Eക്ക് പകരം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പോൾ അതും കൂടെ കൊടുത്തു കഴിയുമ്പം ZWP എന്ന് പറയുന്നത് എന്തിന് ഈക്വലന്റ് ആയി? THE ആണെന്ന് നമുക്ക് മാപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയും പോർഷൻസ് നമ്മളുടെ ഈ സിഫർ ടെക്സ്റ്റിൽ വരുന്ന ഓരോ ലെറ്റേഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാണ് നെക്സ്റ്റ് ഓപ്ഷൻ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ കഴിയുമ്പോൾ സിറ്റുവേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇസഡിനെ നമ്മൾ T ആക്കി മാപ്പ് ചെയ്തു. നെക്സ്റ്റ് P വന്നപ്പോൾ എല്ലായിടത്തും P വരുന്ന എല്ലായിടത്തും നമ്മൾ E ആയിട്ട് മാപ്പ് ചെയ്തു. അപ്പോൾ Tയും Hഉം Eയും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഉള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 4 എലമെന്റ്സിന്റെ കോമ്പിനേഷൻ നോക്കാം. അപ്പോൾ ZWSZ എന്നുള്ള രീതിയിലുള്ള കോമ്പിനേഷൻ നമ്മളുടെ ഫസ്റ്റ് ലൈനിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ നമ്മൾ നോക്കുകയാണെന്നായി കാണുന്നു ZWSZ. ഇനി Z എന്ന് പറഞ്ഞാൽ T ആണ്, ഇത് H ആണ്. അപ്പോൾ ഇത് ഈ ZT ആണെങ്കിൽ ഈ Z തന്നെയായിരിക്കും, T തന്നെയായിരിക്കും. അപ്പോൾ TH സംതിങ് ഇൻ ബിറ്റ്വീൻ പിന്നെ T. അപ്പോൾ ഈ ഒരു ഫോമിൽ നമുക്ക് മാപ്പിംഗ് കിട്ടി. അപ്പോൾ ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് പറയാൻ പറ്റും? TH സംതിങ് ദെൻ T എന്ന് പറയുമ്പോൾ നമുക്ക് നോർമലി നമുക്ക് വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് എന്നായിരിക്കും. ദാറ്റ് ഈസ് THAT എന്ന് പറഞ്ഞാൽ നമ്മളുടെ സിഫർ ടെക്സ്റ്റിലെ എസിനെ നമുക്ക് A എന്ന് പറഞ്ഞ പ്ലെയിൻ ടെക്സ്റ്റ് ക്യാരക്ടറുമായിട്ട് മാപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സിഫർ ടെക്സ്റ്റിൽ നിന്ന് കുറേയൊക്കെ കാര്യങ്ങൾ അല്ല കുറേയൊക്കെ ലെറ്റേഴ്സ് നമുക്ക് പ്ലെയിൻ ടെക്സ്റ്റിലേക്ക് മാപ്പ് ചെയ്യാൻ പറ്റി. അപ്പോൾ T വരുന്ന എല്ലാം നമുക്ക് കൊടുക്കാം. Z എവിടെയെല്ലാം കാണുന്നോ അവിടെ എല്ലാം നമുക്ക് T വെച്ച് റീപ്ലേസ് ചെയ്യാം. അതുപോലെ P വരുന്നിടത്തെല്ലാം നമ്മൾ E കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ ലാസ്റ്റ് കണ്ടുപിടിച്ചു S എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മാപ്പിംഗ് ടു A. അപ്പോൾ S വരുന്നിടത്തൊക്കെ A കൊടുക്കുക. അപ്പോൾ T, H, A, E ഈ 4 ലെറ്റേഴ്സാണ് നമ്മളിപ്പോൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ പ്രൊസീഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ലെറ്റേഴ്സിനെ കൂടി നമുക്ക് ഇതേ അപ്രോച്ച് വഴി റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ നമ്മൾ 4 ലെറ്റേഴ്സിന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളൂ. പക്ഷെ എന്നാലും മെസ്സേജ് നമ്മൾ കുറേ പോർഷൻ നമുക്ക് റീഡബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഈ ഒരു കണ്ടിന്യൂ അനാലിസിസ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ അല്ല ട്രയൽ ആൻഡ് എറർ മെത്തേഡ് കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ക്രിപ്റ്റ് അനാലിസിസിനുള്ള ഓപ്ഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. Next is the disadvantage. But disadvantage എന്ന് പറഞ്ഞാൽ it's easy to break because they reflect the frequency data of the original alphabet. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ ഫ്രീക്വൻസീസ് നമുക്ക് കറക്റ്റായിട്ട് മാപ്പ് ചെയ്യാൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് കൊണ്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് എളുപ്പമാണ്. പിന്നെ ഈ കൗണ്ടർ മെഷർ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻസ് യൂസ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഒരു ലെറ്ററിന് തന്നെ ഒന്നിൽ കൂടുതൽ സബ്സ്റ്റിറ്റ്യൂഷൻസ് വരാം. ഇപ്പോൾ ഈ കേസിൽ നമ്മളിപ്പോൾ ഇവിടെ ഈ ഇസഡിന് എല്ലാ സ്ഥലത്തും കറസ്പോണ്ടിങ് ആയിട്ട് T തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു ഇസഡിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരിടത്ത് മാത്രം T യൂസ് ചെയ്യുക, നെക്സ്റ്റ് ടൈം വരുമ്പോൾ വേറെ ലെറ്റർ യൂസ് ചെയ്യുക, നെക്സ്റ്റ് ടൈം വരുമ്പോൾ വേറെ ലെറ്റർ യൂസ് ചെയ്യുക. അതാണ് നമ്മൾ കൗണ്ടർ മെഷർ എന്ന് പറയുന്നത്. സോ പ്രൊവൈഡ് മൾട്ടിപ്പിൾ സബ്സ്റ്റിറ്റ്യൂട്ട്സ് നോൺ ആസ് ഹോമോഫോൺസ് ഫോർ എ സിംഗിൾ ലെറ്റർ. അപ്പോൾ ലെറ്റർ ഇക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഡിഫറെൻറ്റ് സിഫർ സിമ്പിൾസ് യൂസ് ചെയ്യുക. ഒന്ന് 16 ലെറ്റർ, ദെൻ 74, ദെൻ 35, 25 ആ ഒരു രീതിയിൽ പല രീതിയിൽ റാൻഡം ആയിട്ട് ലെറ്റേഴ്സിന്റെ ഒരു കളക്ഷനെ നമ്മൾ റീപ്ലേസ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യാം. അതാണ് കൗണ്ടർ മെഷർ എന്ന് പറയുന്നത്. നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ സിഫേഴ്സിൽ മെയിനായിട്ട് നമ്മൾ ഈ പ്ലെയിൻ ടെക്സ്റ്റിന്റെ സ്ട്രക്ചർ ഉപയോഗിച്ചുള്ള അപ്രോച്ചസ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി അല്ല അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ വേറെ 2 ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ആണ് യൂഷ്വലി ഫോളോ ചെയ്യാൻ പോവുക. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻക്രിപ്റ്റ് മൾട്ടിപ്പിൾ ലെറ്റേഴ്സ് ഓഫ് പ്ലെയിൻ ടെക്സ്റ്റ്. സെക്കൻഡ് വൺ ഈസ് ടു യൂസ് മൾട്ടിപ്പിൾ സിഫർ ആൽഫബറ്റ്. നമ്മൾ മുമ്പോട്ടേക്ക് പഠിക്കും വേറെ പല സബ്സ്റ്റിറ്റ്യൂഷൻ സിഫേഴ്സ്. അപ്പോൾ അവിടെ ഒരു ലെറ്റർ ആയിരിക്കും ഒന്നിൽ കൂടുതൽ ലെറ്റേഴ്സിന്റെ കോമ്പിനേഷൻ ഒന്നിച്ചെടുത്തിട്ടായിരിക്കും നമ്മൾ ഒരേ സമയം അതിനെ കൺവേർട്ട് ചെയ്ത് കറസ്പോണ്ടിങ് സിഫർ ടെക്സ്റ്റ് ആക്കി മാപ്പ് ചെയ്യാം. So that's all of monoalphabetic cipher. Thank you.